തൃശൂരിൽ സംഘടനാപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിച്ച് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. പരാജയം പഠിച്ച് തിരുത്തൽ വരുത്തും, തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പോഷക സംഘടനകൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാ തലത്തിലുമുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച് വേണ്ടത്ര തിരുത്തൽ വരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ, പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ വഴിയൊരുക്കിയിരുന്നു. ജോസ് വള്ളൂരിനും TN പ്രതാപനുമെതിരെ DCC ആസ്ഥാനത്ത് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തുന്നു. ഇപ്പോൾ ഈ പ്രതികരണം കൊണ്ട് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാകുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടോ? എന്തെല്ലാമാണ് DCC പ്രസിഡന്റ് പറയുന്നത്? ബിനിൽ പോത്തൻ, തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ. ഇന്നലെ വൈകിട്ട് പടിയിറങ്ങിപ്പോയ മുരളീധരൻ പടിയിറങ്ങിപ്പോയതിന് ശേഷം തുടങ്ങിയ പ്രശ്നങ്ങൾ അത് ഓരോ മണിക്കൂറുകൾ ചെല്ലുന്തോറും കൂടുതൽ രൂക്ഷമാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനാപരമായ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് കാരണം CPM-ഉം BJP-യും നടത്തിയ ഒരു ഡീലിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. LDF-ന്റെ കുത്തക പഞ്ചായത്തുകളും കുത്തക മണ്ഡലങ്ങളും അതുപോലെ തന്നെ കുത്തക വാർഡുകളും, പ്രത്യേകിച്ച് VS സുനിൽകുമാറിന്റെ വീടിരിക്കുന്ന അന്തിക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ഒരിക്കൽ പോലും കോൺഗ്രസിന് ജയമോ മുന്നേറ്റമോ നടത്താൻ കഴിയാതിരുന്ന പഞ്ചായത്തുകളിൽ പോലും BJP മുന്നിൽ നിന്നു എന്നതാണ് പ്രധാനമായും ഇതിന് ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസും കൊടകര കേസ്, BJP പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കൊടകര കേസും അതുപോലെ തന്നെ CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കരുവന്നൂർ കേസും ഇപ്പോൾ എവിടെ പോയെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇതെല്ലാം ഈ BJP വിജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയ ഡീലിന്റെ ഭാഗമാണ് എന്നതാണ് ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിന് പറയുന്ന കാരണം. അതേസമയം തന്നെ പാർട്ടികാത്ത വിഷയങ്ങളെക്കുറിച്ച് തുറന്ന അഭിപ്രായം പറയാൻ യുവജന സംഘടനകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായങ്ങൾ കേട്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് അടക്കമുള്ള ഒരു പ്രസ്താവനയുമായി DCC പ്രസിഡന്റ് രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ തീരില്ല. അത് ഓരോ ദിവസം ചെല്ലുമ്പോൾ കൂടുതൽ വഷളായി വരികയുള്ളൂ. ഇതിന്റെ മുന്നോടിയായി തന്നെ പലയിടങ്ങളിലും DCC പ്രസിഡന്റിന് അതുപോലെ തന്നെ TN പ്രതാപനുമെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ തൃശ്ശൂർ കോൺഗ്രസിൽ കലാപം രൂക്ഷമാകുമെന്ന് ഉറപ്പ്. തൃശ്ശൂരിലെ കോൺഗ്രസിൽ കലാപം രൂക്ഷമാകും. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പരസ്യമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്.